Wheels are made to run, stars are made for counting, and for wishes coming true. Sleep is made for dreaming, and I have dreams for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand to hold. Stones are made for skipping, stories made to tell. Life is made for living, I pray you live it well. Learning comes from trying, so don't be afraid to lose. Songs are made for singing, I'll sing this one for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand to hold. അങ്ങയുടെ രാജ്യഭരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മറിഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ സംരക്ഷണം, അച്ഛന്റെ സംരക്ഷണം, കർത്താവിന്റെ സംഗീതവും എന്റെ കോട്ടയെ ഞാൻ ആശ്രയിച്ചതായ ദൈവം എന്ന് പറയും. അവിടെ നിന്നെ വേടനെങ്കിലും മാരമായ മഹാമാരി രക്ഷിക്കും. തന്റെ തോലുകൊണ്ട് അവിടെ നിന്നെ ഭക്ഷിച്ചു. അവിടുത്തെ ചിറകളിൽ ലഭിക്കും. അവിടുത്തെ വിശ്വസ്തരായിരിക്കും. ഒരാൾക്കും നിന്റെ കൂടാതെ സമീപിക്കുകയില്ല. നിന്റെ വഴിയിൽ നിന്ന് കാത്തുപാലിക്കാൻ അവിടുന്ന് എന്റെ രക്ഷ കാണിച്ചു.
നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പ്രകാശത്തിൻ്റെ സ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. പവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലും. നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനം പുതുജീവനിലേക്കാണ് നമ്മെ നയിക്കുക. കർത്താവായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജ്ഞാനസ്നാനം എന്ന കുദാശ എന്താണ്. ഉത്ഭവഭാവം ഉണ്ടെങ്കിൽ അത് നീക്കി നമ്മെ ദൈവത്തിൻ്റെ മക്കള്, സ്വർഗരാജ്യത്തിന് അവകാശികളും ക്രിസ്ത്യാനികളുമാക്കി തീർക്കുന്ന കുദാശിയാണ്. തൻ്റെ അപ്പച്ചനായി സ്വീകരിക്കുന്ന ഒരു ദിവസമാണ്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥനാശംസകൾ നിങ്ങൾക്ക് നേരുന്നു. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടാൻ ആഗ്രഹിക്കുന്നു? സൈറസ് സിയോൺ എബിന് വേണ്ടി നിങ്ങൾ തിരുസഭയോട് എന്താണ് അഭ്യർത്ഥിക്കുന്നത്? എന്താണ്? സൈറസ് സിയോൺ അബിന് ജ്ഞാനസ്നാനം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ ഇവനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതലയുടെ ഗൗരവം നിങ്ങൾക്കറിയാമോ? അറിയാം. ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണ്. പ്രിയ സൈറസ് സിയോൺ അബിൻ, അത്യന്തം സന്തോഷത്തോടു കൂടിയാണ് ക്രൈസ്തവ സമൂഹം നിന്നെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ നിന്നെ കുരിശടയാളത്താൽ രക്ഷിതാവായ ക്രിസ്തുവിന് ഉടമപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നിന്റെ നെറ്റിത്തറത്തിൽ ഞാൻ കുരിശ് വരയ്ക്കുന്നു. മാതാപിതാക്കളെയും ജ്ഞാനപിതാക്കളെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളെ കുരിശ് അമ്മ വരച്ച നിങ്ങളുടെ അതെ. ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആദ്യം നിങ്ങൾ പോയി എല്ലാ ജനതകളെയും സൃഷ്ടിക്കപ്പെട്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ ജ്ഞാനസ്നാനം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുന്നു. വികാന്തി വരെ എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ശിശുവിനെയും അവൻ്റെ മാതാപിതാക്കന്മാർ, ജ്ഞാനപിതാക്കൾ എന്നിവരെയും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മഹിമേറിയ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെ ദിവരേശത്ത ജ്ഞാനസ്നാനം വഴി നവജീനരുടെ ഈ കുഞ്ഞിനെ കുട്ടിച്ചനാക്കി അങ്ങയുടെ വിശുദ്ധ സഭയിൽ അംഗമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിൻ്റെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിൽ എന്നും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഈ ശിശുവിനെ ഉത്ഭവപാപത്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ മഹിമ നിറഞ്ഞ ആലയമാക്കണമേ. ഇവനിൽ അധിവസിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷാകരമായി തൈലം കൊണ്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു.
അവിടുത്തെ ചൈതന്യം എന്നെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേരുള്ള നന്ദി. ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഈ സൈറസ് സിയോൻ അതിന് പാവനമായ ഈ നിർവൃത്തിയിലേക്ക് അങ്ങ് ക്ഷണിച്ചുവല്ലോ. ഈ പുണ്യതീർത്ഥം സൂചിപ്പിക്കുന്ന ദിവസത്താൽ ഇവനെ ആധ്യാത്മിക ജന്മത്തിലേക്ക് ആനയിക്കണമെന്ന് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേരുള്ള നന്ദി. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശിശു ദൈവകൃപയാൽ ജ്ഞാനസ്നാനം വഴി നിങ്ങൾ വിശ്വാസത്താൽ പ്രേരിതരായി ഈ കടമ ഏറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജ്ഞാനസ്നാനവൃതം നവീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ആവശ്യമാണ്. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് തന്നെ സഭയുടെ വിശ്വാസവും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഇത് പ്രഖ്യാപിക്കുന്നതിൽ നാം അഭിമാനം കൊള്ളുന്നു. നാം ഒന്നുചേർന്ന് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ സൈറസ് സിയോൻ അബിനെ ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൈറസ് സിയോൻ അബിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. മോചിപ്പിക്കുകയും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നവജീവൻ നൽകി ദൈവജന സമൂഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത്. ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്ത പദവിയുടെ ബാഹ്യമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താൽ ജീവിത മാതൃകയായാലും പ്രചോദിതനായി മഹിമയേറിയ ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാകുക. ആമേൻ. ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിക്കുക. കൈലത്തൊടിച്ചു. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, ഈ ജീവൻ ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ്. അവനെന്നും വെളിച്ചത്തിന്റെ മകനായി ജീവിക്കേണ്ടവനാണ്. വിശ്വാസത്തിന്റെ ദൈവം അവന്റെ ഹൃദയത്തിൽ തിളങ്ങുമാറാകട്ടെ. വിശ്വനാഥൻ ഗജനന് കേൾവിയും ഓമന് സംസാര ശക്തിയും നൽകി ദൈവവചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അക്ഷരങ്ങളെയും അവിടുന്ന് സ്പർശിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, സന്താനലബ്ധിക്ക് ദൈവത്തിന് നന്ദി പറയുന്ന ഈ അമ്മ മകനോടുകൂടി കർത്താവായ ക്രിസ്തു വഴി ദൈവത്തെ അനവരത സ്തുതിക്കാൻ ഇടവരികയും ചെയ്യുമാറാകട്ടെ. ഭൗമികവും സ്വർഗീയമായ ജീവന്റെ ഉറവിടമായ ദൈവം ഈ കുഞ്ഞിന്റെ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ഉപദേശവും ജീവിത മാതൃകയും വഴി ഭാര്യയോടുകൂടി മകന് ഏറ്റവും നല്ല വിശ്വാസ പ്രബോധകരായി ക്രിസ്തീയ വിശ്വാസത്തെ വളർത്തുവാനും ദൈവം ഈ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം നൽകിയ സർവശക്തനായ ദൈവം അവിടുത്തെ വിശ്വസ്ത മകനായി നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിനക്ക് ലഭിച്ച അത്യാത്മിക ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും അവിടുത്തെ സമാധാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അവിടുന്ന് വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തിൽ പോകുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ.
കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ കാണിക്കയായി എൻ്റെ ജീവിതം നൽകാം കൂട്ടായി നീ എൻ്റെ കൂടെ വന്നിടേണേ കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ കാലമേറെയായി ഞാൻ തിരഞ്ഞു തേടി എൻ്റെ കാലുകൾ കുഴഞ്ഞു ദേവഗീതരാഗമൊന്നറിഞ്ഞിടാൻ കാലമേറെയായി ഞാൻ തിരഞ്ഞു തേടി എൻ്റെ കാലുകൾ കുഴഞ്ഞു ദേവഗീതരാഗമൊന്നറിഞ്ഞിടാൻ ശ്രീയേശുവേ ഹിന്ദോളമായി പടരണമേ സിരകളിൽ നീ സങ്കീർത്തനാലാപങ്ങളാലീരാമു സാന്ദ്രം രാഗലയം കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ Back on the ground, I am not afraid. I lay me down, and I can hear them say, you did not run, and I did not hide. I see you, son, from the other side. It will be good, it will be fine. It will be more, it will be mine. We were once young, we are still free, and we are now home, and so we will be. We did not run, we did not hide. I see you, son, from the other side. It will be good, it will be fine. It will be more, it will be mine. It will be good, it will be fine. It will be more, it will be mine. I'm Miranda Nomorocha, the younger sister of Andrea, and I'll be your host for the day. And ഈ ഒരു ബ്ലെസ്ഡ് ആൻഡ് ജോയ്ഫുൾ മൊമെന്റ് സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സിന് ഐ എക്സ്റ്റെൻഡ് മൈ വാം വെൽക്കം. സോ പരിപാടിയിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് വെൽക്കം ദി സ്റ്റാർ ഓഫ് ദി ഡേ, ദി ഫസ്റ്റ് ബോൺ, ദി ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ്, ദി ഫസ്റ്റ് നെഫ്യൂ, ദി ഫസ്റ്റ് ടു ദി ഫസ്റ്റ് ബോൺ, a cute little angel, Sire Zion Evan, along with his proud parents, Evan Shibu and Andrea Benita Rocha, onto the stage. Parents is equally important in that ഈ പരിപാടിയിലെ നമ്മുടെ ഗോഡ് പാരൻസ്. സോ സൈറസിന്റെ ഗോഡ് പാരൻസ് ആയ ആന്റണി അഷറിനെ ആൻഡ് മൈസെൽഫിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സോ വി ഹാവ് Cyrus grandparents, Mr. Shibu and No,
with his better half Bindu Shibu, and also Mr. Andrew Rocha with his better half Mary Andrew Rocha onto the stage. Andrea's grandfather and Mrs. Rosie, Evan's grandmother, onto the stage. Ceremony. Cake bless ചെയ്യാനായി I invite Father Francis Thaniyat onto the stage. പ്രിയ സൈറസ്, അബിൻ, ആൻഡ്രു, സ്നേഹമുള്ള റോബൻ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു, ഇവിടെയുള്ള മുഖ്യാതിഥികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യ അതിഥിയായ പ്രിയങ്കരിയായ ബിന്ദു മന്ത്രിക്ക് അവരുടെ സാന്നിധ്യം ഇന്ന് നമ്മെ കൂടുതൽ ധന്യമാക്കുന്നു. ഇന്നലെ നാം ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ഉത്ഥാന ദിനം ആഘോഷിച്ചു. പൊതുജീവനിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ് അതിലൂടെ നാം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിനം ഹല്ലേലൂയ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട, സ്തുതിക്കേണ്ട ഒരു ദിവസമാണ്. എന്നാൽ നമ്മുടെ ഈ ആനന്ദത്തിന് കൂടുതൽ ഉണർവേകിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഒരു കുഞ്ഞുകൂടി അബ്ബാ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കത്തോലിക്ക സഭയുടെ കുദാശയിലൂടെ, ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഒരു ക്രിസ്ത്യാനി കൂടി ലോകത്തിന് പ്രദാനം ചെയ്യുകയാണ് ഈ കുടുംബം. നമ്മുടെ റോബിനെ കുറിച്ച് ഞാൻ ഇനി അധികം ഒന്നും പറയേണ്ട, ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വലിയൊരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. 5 മക്കൾ ഉണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരിയായി ഒരു വലിയ സ്നേഹ വലയം തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബങ്ങളും, ഇന്നലെ രാത്രി അവിടെ ഞാൻ പോയിരുന്ന വീട്ടിൽ, അപ്പോൾ എല്ലാവരും വന്ന് ഒന്നിച്ച്, ഞാൻ 11 മക്കളുള്ള ഒരു കുടുംബത്തിൽ അംഗമാണ്. അതുപോലെ തന്നെ ആൻഡോ റോച്ചയും ഒരുപാട് മക്കളുള്ള കുടുംബത്തിൽ അംഗമാണ്. പക്ഷേ ആൻഡോ റോച്ചയുടെ വീട്ടിൽ ഇന്നലെ സ്ഥാനാർത്ഥി വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കൃപയാണ്. ഒരു കുഞ്ഞിനേക്കാൾ അധികമായി നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുണ്ടാകും, സ്ഥാനമാനങ്ങൾ, അധികാരം, സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉണർവുണ്ടാകും. പക്ഷേ നിങ്ങൾ സമ്പന്നരാകുന്നത് യഥാർത്ഥത്തിൽ നല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ സർവേശ്വരൻ ഇനിയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നിങ്ങളുടെ കുടുംബത്തിൽ, അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഹോളൊന്നും പോരാതെ വരും അടുത്ത പ്രോഗ്രാമിന്. ഇപ്പോൾ 18-ാം തീയതി വീണ്ടും നാം ഒരുമിച്ച് കൂടുന്നുണ്ട് നമ്മുടെ കുട്ടിക്കുറുമ്പന്മാരുടെ ഫസ്റ്റ് കമ്മ്യൂണിയന് വേണ്ടി, അല്ലേ? ഒന്ന് ചിരിക്കും മനുഷ്യരെ, എന്താണ് ഓക്കെ. അപ്പോൾ അത് വീട്ടിലായിരിക്കും നാം ആഘോഷം. അപ്പോൾ എന്തുകൊണ്ടും ധന്യമാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥനയ്ക്കായി ഈ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, ഈ കുടുംബത്തെ കനിഞ്ഞാശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ ദിവസ്നേഹത്തിലും സന്തോഷത്തിലും എന്നും ഈ കുടുംബത്തെ നിലനിർത്തണമേ. ഈ കുഞ്ഞിനെ ഞങ്ങൾക്കായി നൽകിയ അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള എല്ലാവർക്കും അവിടുത്തെ അനുഗ്രഹങ്ങൾ സമ്പന്നമായി സമൃദ്ധമായി നൽകണമേ. ഇന്ന് അങ്ങേ സ്നേഹമാധുര്യത്തിൻ്റെ പ്രതീകമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ കേക്കും ഇവിടെ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ആഹാര വസ്തുക്കളും കനിഞ്ഞ് ആശീർവദിക്കണമേ. കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. തിരുക്കർമ്മങ്ങളെല്ലാം ആരംഭിച്ചത് പുത്തൻ തിരി ആശീർവദിച്ചുകൊണ്ടാണ്. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പ്രകാശം, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, ഈ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന പ്രകാശം എന്നും ശോഭനമായി തെളിഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇപ്പോഴിവിടെ തിരി കത്തിക്കുക. അതിനുവേണ്ടി കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും ഗ്രാൻഡ് പാരൻസിനെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ആശംസകളും നേടുകയാണ്. നല്ല മിടുക്കനായി ലോകത്തിന് ഉപകാരം ചെയ്യുന്നവനായി വളർന്നു വന്നവർക്ക് ഈ റോച്ച നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെല്ലാം അറിയപ്പെടുന്നവനായി എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനായി മാതൃക സൃഷ്ടിക്കുന്നു. ആ വഴിയിലൂടെ ഈ കുഞ്ഞിനും പോകാൻ സാധിക്കട്ടെ എന്നാണ്. മജീഷ്യനായ ഡോക്ടർ ജോണിൻ്റെ മാജിക് ഷോ ഇവിടെ ആരംഭിക്കുകയും ഹലോ പ്രിയമുള്ളവരെ, മാജിക് ഷോയിലേക്ക് എല്ലാവർക്കും ബാപ്റ്റിസം ആഘോഷിക്കുന്ന സൈറസിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മാതാപിതാക്കന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അടുത്ത ഐറ്റത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മാജിക്കിൻ്റെ ഇന്നത്തെ ഏറ്റവും ആകർഷണീയമായ ഒരു ഐറ്റമാണ് മെൻ്റലിസം അല്ലെങ്കിൽ മൈൻഡ് പ്രഡിക്ഷൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ 3 പേരൂടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഒരു മൈൻഡ് പ്രഡിക്ഷൻ മാജിക് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റത്തിലേക്ക് കടക്കുകയാണ്. വെൽക്കം.
And now for the audience. ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ബോർഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക. വളരെ ക്ലിയർ ആണ്. ഈ ബോർഡിന്റെ രണ്ട് വശവും നിങ്ങൾക്ക് കാണാം. കണ്ടോ? എന്തെങ്കിലും ഇവിടെ എഴുതുകയോ മാർക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. 6 കള്ളികളുള്ള ഒരു ബോക്സാണ് അല്ലേ? 1, 2, 3 3 മുകളിലും 3 താഴെയും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ സീനിയർ ആയിട്ടുള്ള ജോൺ സാറിന് തന്നെ അവസരം കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ സീസണാണ്, നമുക്കറിയാം. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യും അല്ലേ? അപ്പോൾ കുറച്ചെങ്കിലും പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാകില്ല. അപ്പോൾ ജോൺ സാർ മനസ്സിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു നേതാവിനെ വിചാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആ പേര് ഇവിടെ എഴുതുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ചിന്ത അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് മജീഷ്യനോട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചിട്ട് ഇവിടെ എഴുതും. ഓക്കെ, ഫസ്റ്റ് പ്രഡിക്ഷൻ ഇവിടെ എഴുതി കഴിഞ്ഞു, അത് സീൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇനി സാറിൻ്റെ ചാൻസ് ആണ്. ഇവിടെ എഴുതാം, ഓട്ടെ, കുഴപ്പമില്ല. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം. ഓക്കെ, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാർട്ടിൻ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് മനസ്സിൽ വിചാരിക്കുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് പറയാം. ഡോണ്ട് ഷോ മീ, ആരും കാണിക്കണ്ട, സ്വയം നോക്കിക്കോളൂ, കുഴപ്പമില്ല. 3ാമത്തെ കോളത്തിൽ സെലക്ട് ചെയ്ത കാർഡ് ഏതാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ആ മാഡത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കാർഡിനെ പറ്റി ചിന്തിക്കുക. ചിലപ്പോൾ ഒരു പിക്ചർ കാർഡായിരിക്കാം, അല്ലെങ്കിൽ നമ്പറായിരിക്കാം. ഓക്കെ, ഏസ് ഓഫ് ഡയമണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതുന്നതിന് മുൻപ് ഞാൻ എഴുതിയത് പിണറായി വിജയൻ എന്നാണ്. നമ്പർ 2 നമ്മുടെ മാർട്ടിൻ സാർ ഫിഷ് ഫ്രൈ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡായിട്ട് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആ നാവിൽ വരുന്ന രുചി നോക്കിയിട്ട് അദ്ദേഹം എഴുതുന്നതിന് മുൻപ് ഞാനിവിടെ എഴുതിയത് ഫിഷ് ഫ്രൈ എന്ന് തന്നെയാണ്. ഓക്കെ, നൗ ദ ലാസ്റ്റ് കാർഡ്. മാഡം സെലക്ട് ചെയ്ത കാർഡ് ഡയമണ്ട് ഏസ്. ഐ ഓൾസോ സെലക്റ്റഡ് ഏസ് ഓഫ് ഡയമണ്ട്. താങ്ക് യു so much, please. ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഗാന്ധിജി, നെഹ്റു, അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, രജനികാന്ത്, കമൽ ഹാസൻ, വിജയ്, മോഹൻലാൽ. എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ? മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, ക്രിക്കറ്റ് താരങ്ങളായ ധോണി, വിരാട് കോഹ്ലി, അതുപോലെ സിനിമാ നടന്മാർ സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ എല്ലാവരും ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, ഉമ്മൻചാണ്ടി, അതുപോലെ നരേന്ദ്രമോദി ഉൾപ്പെടെ എല്ലാ സെലിബ്രിറ്റീസും ഇവിടെ ഉണ്ട്. മനസ്സിലായോ? ആ പേര് മനസ്സിൽ വിചാരിക്കുക. അത് റെഡി? ഞാൻ എവിടെയെങ്കിലും എവിടെ ഇങ്ങനെ ട്രിബിൾ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആ കാണുന്ന വ്യക്തിയായിരിക്കും സെലക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ. റെഡി? വൺസ് അഗൈൻ സ്റ്റോപ്പ്. മതിയോ? ക്ലിയർ ആയി. അപ്പോൾ സൗമ്യ മാഡം സെലക്ട് ചെയ്ത വ്യക്തി. ഓക്കെ, കഴിഞ്ഞില്ലേ? ഒരു ഇലക്ട്രിക് ഷോക്കിൽ ഇലക്ട്രിസിറ്റിയിൽ പാസ് ചെയ്തുകൊണ്ട് അത് കത്തുന്നതായിരിക്കും. അതല്ലെങ്കിൽ സാധാരണ പോലെ ഇപ്പോൾ എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ കത്തുന്നില്ല.
ലിവിങ് പേഴ്സൺ ആണോ എങ്കിൽ കത്തുന്നുണ്ടോ? ഇപ്പൊ കത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ചിന്തകൾ എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒന്ന് മനസ്സിലുള്ള ആ വ്യക്തി ആരാണ് എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ മാന്ത്രികമാലയുടെ പവർ കൊണ്ടാണ്. അതാ ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ ഒരു ഫോട്ടോ ഫ്രെയിം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇതിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ പേഴ്സൺ ആൻഡ് 3 പ്രാവശ്യം ടച്ച് ചെയ്യും. റെഡി? ടച്ച് ചെയ്യും. 1, 2 and 3. ആ ബോർഡൊന്ന് കാണിക്കാവോ? സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്? എന്താ നല്ലൊരു കയ്യടി കിട്ടിയില്ലല്ലോ. താങ്ക് യു വെരി മച്ച്. Got up early, found something's missing. My only name. No one else sees, but I got stuck. As soon forever came. Stop pushing on for just
before. It's in my muscle memory, I'm pretty sure. I recognize you, there is something in your eyes. Won't let you get away tonight. You leave me in the dark. I'm stumbling around like I'm a question mark, wondering if you're around to catch me if I fall, if I come crashing to the wall. Will you light me up, jumpstart my heart? I need someone before the sun goes down. Who's gonna save me now? Some kind of hero. I can't breathe, hoping you're here to rescue me before the sun goes down. Who's gonna save me now? Some kind of hero. Been here before. It's in my muscle memory, I'm pretty sure. I felt this energy, there's something in your touch, something reminding me of us. Will you light me up, jumpstart my heart? I need someone before the sun goes down. Who's gonna save me now? Some kind of hero. I can't breathe, hoping you're here to rescue me before the sun goes down. Who's gonna save me now? Some kind of hero. Some kind of hero. Hold me. There's a place I go. It's a different high. Oh no. When you touch me, I get vulnerable in a different light. Oh no. Are you too cynical to believe in a miracle that just slipped through my hands? But could you take a chance on me? Can you forgive it all to believe in a miracle? Yeah, I put you through hell, but I'm asking you to believe in a miracle. To believe in a miracle. When you hold me, there's a place I go. It's a different high. Oh no. When you touch me, I get vulnerable in a different light. Oh no. Are you too cynical to believe in a miracle that just slipped through my hands? But could you take a chance on me? Can you forgive it all to believe in a miracle? Yeah, I put you through hell, but I'm asking you to believe in a miracle.
ആക്കാം ഒരു വാക്ക്. കാരണം ഒരു വാക്കിൽ പറഞ്ഞാൽ നന്ദിയാണ്, പക്ഷെ അത് വിവരിച്ച് പറയണമെങ്കിൽ നിൽക്കൂല. അപ്പം അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഒറ്റ വാക്കിൽ നന്ദി, പക്ഷേ അത് അതിൽ നിൽക്കുന്നില്ല. സൈറു ഞാൻ കിട്ടിയ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അവൻ ജനിച്ചു കഴിഞ്ഞ് ആ ഒരു ടൈം പീരീഡും എല്ലാം ഓർക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം അവൻ സ്പെഷ്യലാണെന്ന് മനസ്സിലാവുക. അതിലുപരി നമുക്ക് ഫാമിലി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവാം. കാരണം അതുവരെ ഞാൻ എബിയുള്ള ലൈഫ് ഞങ്ങൾക്കൊന്നും നോക്കാനില്ല, ഞങ്ങൾ രണ്ടാളും മാത്രം, വേറെ ആരുടെയും സഹായം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സൈറു ഒരാൾ വന്നോടുകൂടെയാണ് മനസ്സിലായത് ഒറ്റയ്ക്കൊന്നും നടക്കില്ല. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. 3 എണ്ണത്തിനെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഇത് ഒരെണ്ണം കൂടെ എന്ത് ഇത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് തെറ്റി. ഞാൻ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നിരുന്നെങ്കിൽ ശരിക്കും പെട്ടുപോയാൽ. അപ്പോൾ എന്താ പറയുക, ഫാമിലി പരമായിട്ട് ഒരു കുറവുള്ളതെന്ന് വെച്ചാൽ ഈ നന്ദി പറയാൻ അറിയില്ല സ്വന്തം കുടുംബക്കാരോട്. അപ്പോൾ ആ ഒരു ഇത് കഷ്ടപ്പെട്ട് ഞാൻ പറയുന്നു നന്ദി ഇവിടെ എൻ്റെ മമ്മിക്ക്. മമ്മി ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ശത്രുക്കൾ പോലെയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ശത്രുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ശത്രുക്കളാണ്. മമ്മിയുടെ ഫേവറേറ്റ് ലീസ്റ്റ് ഫേവറേറ്റ് എന്നൊക്കെ വേണേ പറയാം. അപ്പോൾ പക്ഷേ ഈ ഒരു ടൈമിൽ മമ്മിയുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് മമ്മി വന്നു. മമ്മിക്കൊരു ബിഗ് താങ്ക്സ്. കാരണം മമ്മിക്ക് ഇതുവരെ ഡാഡിയുടെ കൂടെ കുറച്ചാൾ നിൽക്കാൻ പറ്റിയില്ല. ഡാഡി കുറച്ചാൾ നാട്ടിൽ വന്ന് ഒരു 2-3 മാസം നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മമ്മി വാ എന്ന് പറഞ്ഞിട്ട് മമ്മീനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം മമ്മിക്ക് ഡാഡിയുടെ കൂടെ ആകെ 2-3 മാസം നിൽക്കാൻ കിട്ടിയ അവസരവും ഞാൻ കളഞ്ഞ്. മമ്മി പഠിച്ച് BCom ഒക്കെ കഴിഞ്ഞെങ്കിൽ ഇതുവരെ ഒരു ജോലി കയറാൻ പറ്റിയില്ല. ലാസ്റ്റ് ഒരു പമ്പ് തുടങ്ങിയൊന്ന് അതിൽ സെറ്റാവാന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നു. മതി ഇനി പണിയെടുക്കണ്ടെന്ന് പറഞ്ഞ്. ഓൾറെഡി ഇത്രയും വർഷം പണിയൊന്നും എടുക്കാൻ പറ്റാണ്ട് മക്കളെ നോക്കിയിരിക്കണേന്നാ. ലാസ്റ്റ് ഒരു പണി വന്നപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്ത്. മമ്മിക്കൊരു ബിഗ് താങ്ക്സ്. പിന്നെ ഡാഡി മമ്മിയുടെ കൂടെ വന്നായിരുന്നു, എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണി ഇവിടെ വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം ഞാൻ സൈറുവിനെ എടുത്തേക്കണേക്കാളും കൂടുതൽ അവളാണ് എടുത്തേക്കണത്. എനിക്ക് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരുപാട് സ്ട്രെസ്സും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ണി ഒന്നാവനെടുക്ക് ഇത് തന്നെയാണ്. അതുതന്നെ ഞാൻ ബാക്കി 3 എണ്ണത്തിനോടും പറയാറുണ്ട്. ഏടൊരു ഇച്ചിരി മടിയാണ് കൊച്ചിനെ എടുക്കാൻ, പക്ഷെ ബാക്കി 2 എണ്ണം എടുക്കും. ഒന്ന് കുളിക്കാൻ പോകുമ്പോഴാണേലും കൊച്ചിനൊന്ന് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നോക്കും. അങ്ങനെ ഭയങ്കര വലിയ ഹെൽപ്പായിരുന്നു. കാരണം അച്ഛൻ പറഞ്ഞു 5 മക്കളുണ്ടെന്ന്. ശരിക്കും 5 മക്കളുള്ള എൻ്റെ ആ ഉപകാരം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരാൾ എന്തെങ്കിലും തിരക്കിന് പോകുമ്പോൾ മറ്റേ ആളോടൊന്ന് നോക്കുമെന്ന് പറയും. അപ്പോൾ അത് വല്ലാത്തൊരു സമാധാനമായിരുന്നു.
പിന്നെ പപ്പയമ്മ ഒബ്വിയസ്ലി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ത്രൂ ഔട്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പപ്പ അമ്മ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാ കാര്യത്തിനും. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും എബിനോട് ചെന്നും അന്വേഷിക്കും എങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യം. അപ്പോൾ അവർ ഭയങ്കര കെയറിങ്ങും എല്ലാം ആയിരുന്നു ത്രൂ ഔട്ട് ദ സ്പിരിറ്റ്. ഈവൺ ആശി ഇവിടെ വന്നതിന് ശേഷം ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചേച്ചി ഞാൻ ഇവിടെ കൊടുങ്ങല്ലൂരുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സോ ആഷി വാസ് ഓൾവേസ് ദെയർ. ഇനി എൻ്റെ കെട്ടിയോൻ മൈ ബെറ്റർ ഹാഫ്. ഞാൻ ഒരു സ്പീച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. എബി വാസ് ദെയർ ത്രൂ ഔട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തൊട്ട് ഡെലിവറിയുടെ 2 ദിവസം മുന്നാണ് ഡാഡി മമ്മി പറഞ്ഞത്, അതുവരെ ഹി വാസ് ദെയർ. കാലുവേദനയാണെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളിപ്പിക്കാനാണേലും വാഷ്റൂം കൊണ്ടുപോകാനാണേലും എല്ലാത്തിനും എബി ഉണ്ടായിരുന്നു. എബിക്ക് എന്താ പറയുക, എബിക്ക് എൻ്റെ പെയിൻ കണ്ടിട്ട് എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എബിയുടെ പ്രസൻസ് ആയിരുന്നു. ആൻഡ് ഹി വാസ് ദെയർ ഓൾവേസ് വിത്ത് മീ. അപ്പോൾ താങ്ക് യു സോ മച്ച് എബി. പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഓരോ ഈവൻറ്റ്സ് വരുമ്പോഴാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാളോട് ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ജസ്റ്റ് ഫാമിലി. അതെനിക്ക് വളരെ, അതായത് നേരത്തെ അറിയായിരുന്നെങ്കിലും ഇപ്പോഴാണ് അത് മനസ്സിലായത്. വളരെ എന്താ പറയുക, ആ ഒരു സ്ട്രെങ്ത്, ആ ഫാമിലി എന്ന് പറയുന്ന വാക്കിൻ്റെ സ്ട്രെങ്ത് ഇത്രയുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സുകൂടിയിരിക്കുന്നതിന്. താങ്ക് യു. നമസ്കാരം. ഞാൻ 2 വാക്ക് സംസാരിക്കാനായിട്ട് കല്യാണത്തിൻ്റെ സമയത്ത് ഇതുപോലെ സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സംസാരിക്കാൻ പറ്റിയില്ല. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ഷൈ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ തലറങ്ങും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു വേദിയാണ്. അത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബക്കാർ എല്ലാവരെയും കാണാം ഇവിടെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ മൈക്കെടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു വേദിയിൽ നന്ദി പറയാനുള്ളത് 4 വ്യക്തികളോടാണ് മെയിനായിട്ട് നന്ദി പറയാനുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് നന്ദി പറയണത് ഡാഡിനോടും മമ്മിനോടാണ്. കാരണം എന്ത് പറഞ്ഞാലും ഞാൻ മമ്മീൻ്റെ അടുത്തൊരു 10 വട്ടം 10 അല്ല അതിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ലാസ്റ്റ് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നു. ഞാൻ സ്നേഹിച്ച ആളെ തന്നെ എനിക്ക് കെട്ടിച്ചെന്ന്. അപ്പോൾ ആ ഒരു നന്ദി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്. പിന്നെ പപ്പ അമ്മ ഞാൻ നന്നായി സംസാരിച്ചൊന്നുണ്ടാ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പപ്പടം മുഖത്ത് നോക്കിയപ്പോൾ ആരെങ്കിലും വിഷമിച്ചാൽ ഞാനും വിഷമിക്കും. അപ്പോൾ പറഞ്ഞൊന്നും ഇതാണ്. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചായി. ഞാനീ പറഞ്ഞ പോലെ ആൻഡ്രോ ഫസ്റ്റ് വന്ന് എൻ്റെ അടുത്ത് ഇത് കാര്യം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ 2026 ഒരു ട്രിപ്പൊക്കെ പോയി, ഒരു ജപ്പാൻ ട്രിപ്പൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കൊച്ച് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ആൻഡ്രോ എന്നോട് പറയുന്നു, ഇപ്പം ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, സംശയിക്കണ്ട, അതൊന്നുമല്ല, എനിക്ക് ട്രിപ്പ് പോയി എൻ്റെ വല്ല വയ്യായിരിക്കും. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിടക്കുന്നത് ഞാൻ ഇങ്ങനൊരു നിപ്പ്. ശരിക്കും ഞാൻ ഷോക്കായി പോയി. അപ്പോൾ അവിടം തൊട്ട് ഇവിടം വരെ ഈ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസം വരും, അല്ലെങ്കിൽ നമുക്ക് കടമ കൂടും, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും പക്ഷേ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാവും. വന്നതിന് ശേഷം ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. എന്താ പറയുക, ഇത്രയും നാൾ ഞാൻ വേണ്ട ഒരു ഫ്രണ്ട്സ് പോലെയായിരുന്നു. വൈഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വൈഫായിട്ട് തോന്നിച്ചാൽ ഞങ്ങൾ അത്ര ഫ്രണ്ട്സാണ്. എനിക്ക് എന്തും പറയാം, എവിടെ ഏത് രാത്രി വേണമെങ്കിലും പോവാം. ഇപ്പോൾ എൻ്റെ വൈഫായി. ഫ്രണ്ട്സിൽ നിന്ന് മാറി ഇപ്പോൾ വൈഫായി. അപ്പം അങ്ങനൊരു രീതിക്ക് മാറി. പിന്നെ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി, ഞാൻ ന്യൂസിലാൻഡിൽ പറഞ്ഞ മാതിരി അവിടെ വന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആൻഡ്രോ മമ്മീൻ്റെ അടുത്ത് ഇങ്ങനെ ഈ മൂഡ് സിങ്സ് കാണിക്കുന്ന കണ്ടിട്ടുണ്ടേ. ഞാൻ ആലോചിക്കാറുണ്ട്, മമ്മിക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കണ പോലെ അല്ല,
പേടിച്ചിട്ട് ആൻഡ്രോ വേദനിച്ചിരിക്കണതൊന്നും കാണാൻ പറ്റൂലായിരുന്നു. ആ ഭാഗത്തേക്ക് നോക്കൂല. ആൾ ആ റൂമിലുണ്ടെങ്കിലും തിരിഞ്ഞിരിക്കും, തല തിരിഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഡാഡി കൊണ്ടുനടന്നിരുന്നത്. പിന്നെ പപ്പയമ്മ എവരി സിംഗിൾ ഡേ ചോദിക്കും, എന്താണ് മോളെന്തെടുക്കണം, വാവ അനങ്ങിയ, വാവ അപ്പനോടും അമ്മനോടും സംസാരിച്ച, അങ്ങനെ. അപ്പോൾ ഈ ആൻഡ്രോ പറഞ്ഞ പോലെ ഫാമിലി എന്താണെന്നും നമ്മളൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയം, അതെ ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫാമിലി എന്താണെന്നുള്ളത് അതെനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ത്രൂ ഔട്ട് ഈ ജേണിയിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് ആൻഡ്രോനോട് എനിക്ക് നല്ലൊരു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല കവളുള്ളൊരു കൊച്ചിനെ തരണോട്ടാ, താൻ അതിനു വേണ്ടി ശ്രമിക്കണം. കാരണം എനിക്ക് ഉമ്മ വെച്ചടക്കാനേ ഞാൻ അതേപോലെ തന്നെ നല്ല കവളുള്ളൊരു തക്കിടും കൊണ്ടുതന്നെ തന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാൻ. കുറേ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം ആരെങ്കിലും ഇരുന്ന് കരയണ്ട, ഞാൻ കൂടെ ഇരുന്ന് കരയും, അങ്ങനത്തെ ഒരാളാണ്. ഇവിടെ പലരെയും കണ്ണ് കറയാണ്ടപ്പോൾ എനിക്ക് വിഷമം, പറയാൻ പറ്റണില്ല, പല കാര്യങ്ങളും മറന്നുപോയി. അപ്പം അങ്ങനെ എല്ലാവരുടെ അടുത്തും വന്നതിനും പരിപാടി കളറാക്കിയതിനും നന്ദി. പിന്നെ എല്ലാ ഫാമിലിയോടും, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫാമിലിയോടും, ഇവിടെ വന്ന് പോയ ഫാമിലി എടുത്തും എല്ലാവരുടെ അടുത്തും വളരെയധികം നന്ദി. താങ്ക് യു.